മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരോട് എൻ്റെ പേര് സാനിയ എന്നാണ്. എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന ഒരു ഹാക്കാണ് കേട്ടോ. ഹാക്ക് എന്നല്ല, ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പ് തന്നെയായിരിക്കും കേട്ടോ. പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ കോഴിമുട്ടയാണ് കേട്ടോ. ഏത് കോഴിമുട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്കൊരു ടിഷ്യൂ പേപ്പറും വേണം കേട്ടോ. ഈ രണ്ട് സാധനം മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ഹാക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യുന്നത്. മുൻപ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു വൈറ്റ് ഹെഡ്സ് ഒക്കെ എൻ്റെ മൂക്കിന് ചുറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മൂക്കിലായിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ എവിടെയാണ് നമ്മൾ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്തുനിന്ന് നന്നായിട്ട് ചൂട് പിടിക്കണം കേട്ടോ. എന്നാലാണ് നല്ല രീതിക്ക് നമ്മുടെ പോഴ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് അതൊക്കെ റിമൂവ് ചെയ്ത് വരുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ചൂട് പിടിക്കുന്നതിന് മുൻപായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം കേട്ടോ. ക്ലെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഒന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ചൂട് പിടിക്കാനായിട്ട്. തിളച്ച വെള്ളം, ഭയങ്കര തിളച്ച വെള്ളം എടുക്കരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ചൂടായിട്ടുള്ള വെള്ളം ഒരു കോട്ടൺ തുണിയിൽ മുക്കി പിഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒപ്പിക്കൊടുത്തേച്ചാൽ മതി. അങ്ങനെ നമുക്ക് ആ ചൂട് പിടിക്കാം. അതല്ലെങ്കിൽ ഒന്ന് ആവി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ തലയൊക്കെ മൂടിയിട്ട് ആവി പിടിക്കത്തില്ലേ, പക്ഷെ അതിലും നല്ലത് ഇതാണ്. ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് ഒപ്പിക്കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ മൂക്കിൽ ഇങ്ങനെ വെക്കാൻ പാകത്തിന് നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ രണ്ടെണ്ണം മതി കേട്ടോ. ഇത് ഈ ഒരു രൂപത്തിൽ വെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ് വൈറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂട് പിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു എഗ് വൈറ്റ് നമുക്കൊന്ന് ഫസ്റ്റ് നമ്മുടെ സ്കിന്നിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, കൈ വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റായിട്ട് ഇപ്പം നമ്മൾ സ്കിന്നിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തല്ലോ എഗ് വൈറ്റ്. അതിനുശേഷം നമുക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ടിഷ്യൂ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ എഗ് വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെക്കാനുണ്ട് കേട്ടോ. 2 ലെയറാണ് നമ്മൾ വെക്കുന്നത്. അത് കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര പതുക്കെ അപ്ലൈ ചെയ്യണം. കാരണം ഈ ടിഷ്യൂ പെട്ടെന്ന് മുറിഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് ഈ നനഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒട്ടും കട്ടിയില്ലാണ്ട് വേഗം ഇത് മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മൾ പതിയെ ഒന്ന് സ്ലോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് എഗ് വൈറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കും കൂടെ എഗ് വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിത് മുൻപ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് റിസൾട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ കണ്ടിട്ടുള്ള വീഡിയോസിലെല്ലാം നല്ല റിസൾട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ അവിടെ ഉണ്ടാവുമല്ലോ ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറൊക്കെ എടുത്തു കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട്. എന്താ പറയുക, നല്ല കല്ല് പോലെ, പാറക്കല്ല് പോലെയാണ് ഉള്ളത്. നമ്മളിങ്ങനെ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം കേട്ടോ. ആ ഒരു ഭയങ്കര റഫായിട്ടുള്ളൊരു രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പീൽ ചെയ്ത് നോക്കാം കേട്ടോ റിസൾട്ട് എന്താണെന്നുള്ളത്.
ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫേസിലായിട്ടുള്ള എഗ് വെയിറ്റ് എല്ലാം നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖിൽ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഉള്ളതെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബേബി ഹെയർസ് ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞ് രോമങ്ങൾ ഉണ്ടാവുമല്ലോ, അതുണ്ട്, അത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും വന്നിട്ടുണ്ട്. ഞാനിത് ബാക്ക് ക്യാമിൽ കാണിക്കാം കേട്ടോ. നന്നായിട്ട് റിസൾട്ട് തരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും കോഴിമുട്ടയും അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പറും മാത്രം മതിയല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ബാക്ക് ക്യാമിൽ ഇതിൻ്റെ റിസൾട്ട് കാണിക്കാം കേട്ടോ. നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു മുൻപ് ഒരു ഫെവിക്കോൾ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ വേറെ വീഡിയോസ് കണ്ടപ്പോൾ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലെനിക്ക് അത്രയ്ക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇവിടെ കൊടുത്തേക്കാം ഞാൻ. അപ്പോൾ ഇത് പക്ഷേ ഞാൻ വിചാരിച്ചവരെല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ നോസിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന അത്രത്തോളം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല, ഉള്ളത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നിറച്ചും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന ഒരു ടിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപോലെ യൂസ്ഫുൾ ആവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.